നമസ്കാരം. മറ്റേതൊരു ചാനലിലും കാണാത്ത ഒരു വാർത്തയാണ്, അതായത് എക്സ്ക്ലൂസീവ് വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അവിടെ ഉയർത്തുന്ന ചോദ്യം ഇതാണ്: FCRA ബിൽ, അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക ബില്ലാണ്, പിന്നെ പാസ്സായി കഴിഞ്ഞ ശേഷമാണ് അത് ആക്റ്റാക്കുന്നത്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻമെൻറ്റ്. കാരണം ഇത് നേരത്തെ കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെ ഉള്ള ഒരു നിയമമാണ്, ആക്റ്റായ നിയമമാണ്. അതിവിടെ ഉണ്ടായിരുന്നു. എല്ലാ രാജ്യങ്ങൾക്കും ഉള്ള ഒന്നാണ്, ഇന്ത്യക്ക് പുതുമയുള്ള ഒന്നല്ല. വാസ്തവത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു കണ്ടുപിടുത്തവും അല്ല, ഒരു ഇൻവെൻഷനും അല്ല, ഇന്നൊവേഷനും അല്ല. എന്നിട്ടും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയായിട്ടുള്ള MP ആയിട്ടുള്ള KC വേണുഗോപാൽ, അദ്ദേഹമാണ് ഈ രാഹുൽ കുടുംബത്തെ, ഗണ്ഡി കുടുംബത്തെ ഉപദേശിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുഴപ്പങ്ങളാണ് പാർലമെൻറ്റിൽ കണ്ടത്. അദ്ദേഹം പാർലമെൻറ്റ് സഭാരേഖകളിലുള്ളത് ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദി മൈനോറിറ്റീസ്. വിളിച്ചു പറയുക, സർ ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദി മൈനോറിറ്റീസ്. അത് പറയാൻ എന്തു തെളിവാണ് KC വേണുഗോപാലിൻ്റെ കയ്യിലുള്ളതെന്ന് ചോദിച്ചു. ഒരു തെളിവുമില്ല. ആ ആക്റ്റിലൊന്നുമില്ല. വാസ്തവത്തിൽ അത് ഭൂരിപക്ഷത്തിനെതിരാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതിനെതിരെ പ്രതിഷേധമിളക്കുന്ന കേരളത്തിലെ ക്രിസ്ത്യാനികളെയാണ്. അവരുടെ വോട്ട് പ്രീണനത്തിന് വേണ്ടിയിട്ടുള്ള ഒരടവാണ് ആ പയറ്റി നോക്കിയത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലേക്ക് വർഷാവർഷം വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് ഫണ്ടായിട്ട് കിട്ടുന്ന തുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ക്യാപിറ്റൽ ഗെയിൻസിനേക്കാൾ വളരെ മടങ്ങ് കൂടുതലാണ്. അത്രയും തുകയുടെ 10% മാത്രമാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് കിട്ടുന്നത്. അതിലേറെ കിട്ടുന്നത് ഹിന്ദു സമൂഹത്തിനാണ്. അപ്പോൾ ദ ബിൽ ഈസ് എഗൻസ്റ്റ് ദി മെജോറിറ്റി എന്നാണ് അദ്ദേഹം പറയേണ്ടത്, അതല്ല മൈനോറിറ്റീസ്. ഞാൻ മൈനോറിറ്റീസിൻ്റെ ആളാണ്. പാർലമെൻറ്റിൽ നിങ്ങൾക്ക് വേണ്ടി വാദിച്ച് വിയർത്ത് കഷ്ടപ്പെടുകയാണെന്ന് വാദിക്കാൻ വേണ്ടി അതുവരെ കൂക്കി വിളിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പാർലമെൻറ്റിൽ പ്രക്ഷോഭിച്ച KC വേണുഗോപാൽ പറഞ്ഞ വാക്കുകളാണിത്. കാര്യങ്ങൾ പഠിക്കാതെ പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം. അതേസമയം കാര്യങ്ങൾ പഠിച്ചു പറയുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം പാർലമെൻറ്റിന് പുറത്ത് നമ്മൾ കേട്ടു. കാരണം അത് പറഞ്ഞത് ഒരു പാർലമെൻറ്റ് അംഗമല്ല, ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകനായ ഹരീഷ് സാൽവേ അറിയുമോ നിങ്ങൾ? അറിയണം. കുൽഭൂഷൺ യാദവ് എന്ന് പറയുന്ന ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ പിടിച്ചു പാകിസ്ഥാനിലെ ജയിലിലിട്ട് നമ്മുടെ സവാർക്കറെ ചെയ്യുന്ന കാലാപ്പാനി ജയിലുണ്ടല്ലോ, നിക്കോബാർ, ഓർമ്മകൾ വേണം. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ കടന്ന് കൈക്കും കാലിലും ചങ്ങലയിട്ട് മാസങ്ങളോളം നിൽക്കാൻ ഉള്ള ശിക്ഷ അനുഭവിച്ച സാവർക്കർ, ആ സാവർക്കറെ പോലെ കഷ്ടപ്പാടുകൾ പാകിസ്ഥാൻ ജയിലിൽ, മറ്റേത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ജയിലായിരുന്നു, പാകിസ്ഥാൻ ജയിലിൽ അനുഭവിച്ച കുൽഭൂഷൺ യാദവിനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ, വധശിക്ഷ നൽകാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ പോരാടിക്കൊണ്ട് നിയമപരമായി യുദ്ധം നടത്തിക്കൊണ്ട് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന കോടതി, ഹേഗിലുള്ള ആ കോടതിയിൽ പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി വാദിച്ച് ആ കേസ് ജയിച്ച് പാകിസ്ഥാനെ നാണക്കെടുത്തിയ അഭിഭാഷകൻ. എത്ര രൂപയാണ് അതിന് ഇദ്ദേഹം ഫീസായിട്ട് വാങ്ങിച്ചത്? ഒന്ന് എണീറ്റ് നിൽക്കുന്നതിന് കപിൽ സിബലിന് 40 ലക്ഷം രൂപ കൊടുക്കണം. ഏത് കക്ഷി എന്നാലും, പാവമായാലും പണമായാലും, കോൺഗ്രസ്സുകാരനായാലും BJPക്കാരനായാലും അവിടെ പോകുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്. ഇവിടെ ഒരു പൈസ പോലും വാങ്ങിക്കാതെ ആ കേസ് ഇന്ത്യക്ക് വേണ്ടി ജയിച്ച് ഇന്ത്യയുടെ യശസ് ആകാശത്തോളം ഉയർത്തിയ അഭിമാനിയായിട്ടുള്ള ഇന്ത്യക്കാരൻ. അദ്ദേഹത്തെപ്പറ്റി ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ഒരു സത്യക്രിസ്ത്യാനിയാണ്. ആ സത്യക്രിസ്ത്യാനികളുടെ വാക്കാണ് സത്യം. പഠിച്ചിട്ടാണ് പറയുന്നത് അദ്ദേഹം. അല്ലാതെ ഇവിടെ ചില ആൾക്കാർ കടന്ന് വായ്ത്താരി കൂട്ടുന്ന പോലെ പഠിക്കാതെയല്ല പറഞ്ഞത്, പഠിച്ചിട്ടാണ്. എല്ലാ രാജ്യങ്ങൾക്കും ഇതുപോലത്തെ നിയമങ്ങളുണ്ട്. ഇന്ത്യ ഷുഡ് പാസ് ഇറ്റ് എന്നാണ് പറഞ്ഞത്. ഇന്ത്യ ഷുഡ് പാസ് ഇറ്റ്.
ഈ മൺസൂൺ സെഷനിൽ തന്നെ അത് പാസ്സാക്കണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. എന്താണ് അദ്ദേഹം? കുൽസിത താല്പര്യങ്ങളില്ല, മടിയിൽ കനമില്ല. ആ ഹാരിസ് സാൽവെ പറഞ്ഞ വാക്കുകളാണ് ശരിയായിട്ട് ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഗതിക്ക് വേണ്ടിയിട്ടുള്ളത്. അദ്ദേഹത്തെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാനിക്കണം. പക്ഷേ അതുവരെ ഇത് ഇന്നലെ പാസ്സാകുമെന്ന വിചാരിച്ച നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഈ ബില്ല് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം ചെയ്തത്. അതെന്താണ് അങ്ങനെ അവർ ചെയ്തത്? വലിയ പ്രതീക്ഷയോടെ ഇന്ത്യ നോക്കിക്കൊണ്ടിരുന്ന, ഈ വിദേശത്തു നിന്നുള്ള ഫണ്ട് വന്ന് ഇന്ത്യയെ നരകത്തിലേക്ക് നയിക്കുന്ന ഒന്നാവാതിരിക്കാൻ വേണ്ടി ഉള്ള ആ ബില്ല്, ദേശ സ്നേഹമുള്ള ആ ബില്ല് എന്തുകൊണ്ട് പാസ്സായില്ല? വിൻസ്റ്റൺ ചർച്ചിലും മറ്റും പറഞ്ഞത് ഇന്ത്യയെ അവരുടെ കോളനിയാക്കുക വരെ ഞങ്ങൾ ഇന്ത്യയെ സഹായിക്കുകയാണ്. അന്ന് പത്രങ്ങളും എഴുതിയിരുന്നു, ഇന്ത്യ ഈസ് ബെനിഫിറ്റഡ്, ബ്രിട്ടീഷ് പത്രങ്ങളാണ്, ഇംഗ്ലീഷ് പത്രങ്ങളും, ഇന്ത്യ ഈസ് ബെനിഫിറ്റഡ് ബൈ ദി കൊളനൈസേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് രാജ് എന്നാണ് പറഞ്ഞത്. ഇന്ത്യ നശിച്ചു പോകും ഇത് കഴിഞ്ഞിട്ട്. നെഹ്റു ഈസ് എ സ്ട്രോ, വെറും ഒരു കച്ചിത്തുരുമ്പാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളുടെ ഓർമ്മയിൽ അതൊന്നുമില്ല. പല ബ്രിട്ടീഷുകാരും ഇത് തന്നെ പറഞ്ഞു, നമ്മളെ സഹായിക്കുകയായിരുന്നു. ഇവിടെ കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ട് ഇന്ത്യയെ പട്ടിണിക്കിട്ടിട്ട് 1970-കളിൽ ഇന്ത്യ പട്ടിണിയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബംഗാൾ ഫാമിനേക്കാൾ വലിയ ഫാമിനുണ്ടാവുമെന്ന് പറഞ്ഞു. നമ്മൾ 1965-ലെ ഹരിത വിപ്ലവം കൊണ്ട് അതിനെ നേരിട്ട് ഒരു പട്ടിണി മരണം പോലും ഉണ്ടാവാത്ത രീതിയിൽ 1970-കളിലൂടെ ഇന്ത്യ കടന്നുപോയി. അതാണ് ഗവൺമെൻറ്റോ രാഷ്ട്രീയമോ അല്ല ഭേദം. അതാണ് ഇന്ത്യയുടെ അഭിമാനം, ഇന്ത്യയുടെ വളർച്ച. അതിപ്പോൾ ലോകത്തിലെ ബ്രിട്ടനെ പോലും, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പോലും തോൽപ്പിച്ചുകൊണ്ട് 3-ാം സ്ഥാനത്തിലേക്ക് കുതിക്കുക. അപ്പോഴാണ് ഈ FCRA വഴിയൊക്കെയുള്ള അട്ടിമറികൾ നടത്താൻ വേണ്ടി കുൽസിത ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം. അക്കാര്യമാണ് ബെഞ്ചമിൻ നെതന്യാഹു നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ച് ഓഗസ്റ്റ് 6-ന് ഈ ബില്ല് പാർലമെൻറ്റിൻ്റെ JPCക്ക് വിട്ടത് ഓഗസ്റ്റ് 13. അവർ തമ്മിൽ സംഭാഷണം നടന്നത് നേരിട്ടല്ല, ഫോണിലൂടെ. പക്ഷേ ഫോണിലൂടെയുള്ള സംഭാഷണം നീണ്ടത് മണിക്കൂറുകളാണ്, നേരിട്ട് നടത്തുന്ന ചർച്ചകളെക്കാൾ കൂടുതലായിട്ടാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പൊതു താൽപ്പര്യ സംബന്ധം, അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ യുദ്ധം, ഇതൊക്കെയാണ് ചർച്ച ചെയ്തതെന്നാണ് പത്രങ്ങളിൽ വരുന്നത്, മാധ്യമങ്ങളിലും വരുന്നത്. പക്ഷേ രാഷ്ട്ര നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ, പ്രത്യേകിച്ചും ഫ്രണ്ട്ലി രാജ്യങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇറാനും അമേരിക്കയും അല്ല, ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാനെതിരെ യുദ്ധം ചെയ്തത് ആരുടെ പ്രേരണ കൊണ്ടാണെന്ന്? അമേരിക്കയിലെ ഇവാഞ്ചലൈസേഷൻ പ്രസ്ഥാനത്തിൻ്റെ, ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനത്തിൻ്റെ പ്രേരണ കൊണ്ടാണ് ആ യുദ്ധം മുന്നോട്ട് പോയി. ആ യുദ്ധം തുടർന്നേനും. കാരണം അമേരിക്കയുടെ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് പെട്ടെന്ന് ട്രംപ് ഇതിൽ നിന്ന് പിന്മാറിയത്. ഇപ്പോൾ ഇറാൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക, ഇനിയും വേണമെങ്കിൽ യുദ്ധം നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന്. മിണ്ടുന്നില്ല ട്രംപ്. എവിടെ പോയി ശൗര്യം? എവിടെ പോയി മേക്ക് അമേരിക്ക ബിഗ് അഗെയിൻ? കാരണം ആവനാഴിയിൽ അമ്പ് തീർന്നു. അതിന് ഡിഫൻസ് സെക്രട്ടറി അദ്ദേഹം രൂക്ഷമായിട്ട് വിമർശിച്ചു, പീറ്റർ ഹെഗ്സ്റ്റിനെ. അത് പരുവത്തില്ല, അല്ലെങ്കിൽ വീണ്ടും യുദ്ധം നടത്തിയേനെ. ഇന്ത്യയുടെ സുഹൃത്തായിട്ടുള്ള ഇസ്രായേൽ പണ്ടൊരിക്കൽ അമേരിക്ക പറഞ്ഞു, നിങ്ങളെ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാത്രമല്ല 140 കോടി ജനങ്ങളുള്ള ഒരു രാഷ്ട്രം എൻ്റെ കൂടെയുണ്ട്. ഇന്ത്യ ഉദ്ദേശിച്ച് മാത്രമാണത് പറഞ്ഞത്, അല്ല ചൈനയല്ല. ആ രാജ്യം അതുപോലെ സുഹൃത്തായിട്ട് അദ്ദേഹം കാണുന്ന, ലോകമാകമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ജൂതന്മാരെ ഇപ്പോഴത്തെ റോഹിംഗ്യ മുസ്ലിങ്ങളെപ്പോലെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് കൈകളും നെട്ടി ജൂതന്മാരെ സ്വീകരിച്ച് അവർക്ക് പള്ളി ഉണ്ടാക്കാനുള്ള ഇടം കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്വാമി വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മിഷണറിമാർ അദ്ദേഹം സഞ്ചരിച്ച കപ്പലിലിരുന്നു കൊണ്ട് ഇന്ത്യയിലേക്ക് പ്രേക്ഷിത പ്രവൃത്തിക്ക് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് മതപരിവർത്തനമായി നടത്തുന്നത്? ഇത് കച്ചവടമല്ലേ, നിങ്ങൾ പണം കൊടുത്തല്ലേ മാറ്റുന്നത്? വിവേകാനന്ദ സാഹിത്യ സംഹിതയിൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമത്. അതാണ് അദ്ദേഹം ചോദിച്ചത്. അതുപോലെയുള്ള പ്രേക്ഷിത വൃത്തി സേവനമാണെന്ന് പറഞ്ഞിട്ട് മതപരിവർത്തനം പണം കൊടുത്ത് നിങ്ങൾ മതം വാങ്ങുന്ന പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ആ പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ എതിരെയാവൂ ഇത്.
അങ്ങനെ എതിരെയാവുമ്പോൾ ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനം അമേരിക്കയിൽ ഇന്ത്യക്കെതിരെ കരുക്കൾ നീക്കും. ആ കാര്യങ്ങളാണ് ബെഞ്ചമിൻ നെതന്യാഹു മോദിയോട് സംസാരിച്ചത് എന്നുള്ളത് ഒരു ഗ്രേപ്പ് വൈനാണ്. നമ്മൾ തെളിവുകളൊന്നുമില്ല, പക്ഷേ സാഹചര്യ തെളിവുകൾ. കാരണം ഇത് നടക്കുന്നു ഓഗസ്റ്റ് 6-ന്, അതായത് നമ്മുടെ FCRA ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ്. അതിനു മുമ്പ് തന്നെ മാർക്കോ റൂബിയോ, നമുക്കറിയാം, സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി, കൽക്കട്ടയിലേക്ക് പോയി. അതുപോലെ ലിൻസെ ഗ്രഹാം, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ചരമ ശുശ്രൂഷയിൽ നെതന്യാഹുവും പങ്കെടുത്തു. MP, അവിടുത്തെ സെനറ്ററാണ്. MP എന്ന് പറയില്ല അവിടെ, സെനറ്റർ. ആ സെനറ്ററും പറഞ്ഞു ഈ ബില്ല് പിൻവലിക്കണം, ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടുക, കാരണം അവരുടെ താല്പര്യങ്ങൾക്ക് എതിരാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് പെട്ടെന്ന് നമ്മളിവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു ബോംബാവും, അമേരിക്കയിലേക്ക് വീഴുന്ന ഒരു മിസൈലാവും. അതുകൊണ്ട് ഇപ്പം തൽക്കാലം അത് വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ്. പക്ഷേ ഇത് വിൻ്റർ സെഷനിൽ പാർലമെൻറ്റിന് പ്രധാനമായും 3 സെഷനുകളാണല്ലോ ഉള്ളത്. ബജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ, അതുപോലെ തന്നെ വിൻ്റർ സെഷൻ. വിൻ്റർ സെഷനിലേക്ക് ഇത് പാസ്സാവത്തക്ക രീതിയിലാണ് അതിന് JPCക്ക് ടൈം ഫ്രെയിം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദിസ് ഈസ് എഗൻസ്റ്റ് മൈനോറിറ്റീസ്, ഇറ്റ് ഷുഡ് ബി വിത്ഡ്രോൺ എന്ന് പറഞ്ഞ KC വേണുഗോപാൽ ഇന്ന് പറയുന്നുണ്ട് വി വിൽ കോപ്പറേറ്റ് വിത്ത് JPC, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി. എന്തായാലും ഈ ബില്ല് വരും, ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാവും. മാറ്റങ്ങളോടുകൂടി എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, ഇതാണ് മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുടെ കാര്യങ്ങളിൽ കൈകടത്തുന്നതിനെ ഇല്ലാതാക്കുന്ന ബില്ല്. നോക്കിക്കോളൂ, ഇത്തിരി സമയമെടുക്കും. ഇന്ത്യ ഈസ് ബൈയിങ് ടൈം. ആ വിൻ്റർ സെഷനിൽ തന്നെ നടപ്പാക്കുക തന്നെ ചെയ്യും. അതിനുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് പാർലമെൻറ്റിൽ ഇന്നലെ പ്രധാനമന്ത്രിയും അമിത്ഷായും എല്ലാം കൂടി കൗരവ സദസ്സിലേക്ക് ശ്രീകൃഷ്ണനും അർജുനനുമൊക്കെ കടന്നു വന്നതുപോലെ തന്നെ അവിടേക്ക് കടന്നു വന്നത് രാമലക്ഷ്മണന്മാർ, രാക്ഷസന്മാരെ ഇല്ലാതാക്കാൻ തപോശ്രേഷ്ഠന്മാരുടെ തപോ ആശ്രമത്തിലേക്ക്, പർണശാലകളിലേക്ക് പോയതുപോലെ ഇന്നലെ കടന്നു വന്നിരിക്കുന്നത്. അവിടെ ഒരു കാര്യം കൂടി കണ്ടു, അതായത് വന്ദേ മാതരം മുഴുവൻ മുറിക്കാതെ, കേരളത്തിൽ മുറിച്ചാണല്ലോ ചൊല്ലുന്നത്, അതാണല്ലോ മുറിച്ചുമല്ലേ, അവിടെ മുഴുവൻ വന്ദേ മാതരവും പാടിച്ച് KC വേണുഗോപാൽ ഉൾപ്പെടെ അതിൻ്റെ എതിർപ്പന്മാരെ മുഴുവൻ അവിടെ നിർത്തിക്കൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് ഇവരെണീറ്റ് നിന്ന് പാടിച്ചു. എല്ലാവരും ആ മന്ത്രം, വന്ദേ മാതരം എന്ന് പറയുന്ന ദേശീയ ഗാനത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുന്നതും നമ്മൾ നേരിട്ട് കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് കൂക്കുവിളി, ഓരിയിടൽ, ഇതൊക്കെ തുടങ്ങിയത്. അത് നമുക്ക് മറ്റൊരു സ്റ്റോറിയിൽ, മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം. സമയം കഴിഞ്ഞതുകൊണ്ട് നിർത്തുന്നു. എന്തായാലും ഇത് വരും. ഇതിൻ്റെ പിന്നിൽ പെട്ടെന്ന് ഇത് JPCക്ക് വിടാൻ നിർബന്ധിതരായതിൻ്റെ കാരണം ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയുടെ ഫ്രണ്ടാണ്. അദ്ദേഹം പറഞ്ഞത് കേട്ടു, ഇന്ത്യ കുഴപ്പത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്ത്യയുടെ ബന്ധുവും അതുപോലെ തന്നെ ഇന്ത്യയുടെ അഭ്യുദയ കാംക്ഷിയും കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ലോകത്തിലെ എന്തു നടക്കുന്നു, ഏറ്റവും പുതിയത് എന്താണ് നടക്കുന്നത്, എന്ത് രഹസ്യമാണ് നടക്കുന്നതെന്ന് ലോകത്തിൽ ആദ്യം അറിയുന്ന വ്യക്തി ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ഒരു സംശയവുമില്ല, ട്രംപ് അറിയുന്നതിന് മുമ്പ്. കാരണം എന്താണ്? അദ്ദേഹം മൊഷാദിൻ്റെ, ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസിൻ്റെ ഒരാളാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഈ സാഹചര്യം തെളിവായിട്ട് ഞാൻ പറയാം. അതായത് 2 മൊഷാദിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ അദ്ദേഹം ഫയർ ചെയ്തു എന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിയുടെ. എന്താ കാര്യമെന്നറിയാം? കാര്യം മറ്റൊന്നുമല്ല, ഇറാനിലെ ശാസ്ത്രജ്ഞന്മാരെയും ഭരണകൂടത്തിലെയും എല്ലാ അംഗങ്ങളെയും കൊന്നു. അത് മുസ്താബ ഖൊമനേയിയെ കൂടി കൊല്ലാൻ വേണ്ടിയായിരുന്നു ആ പ്ലാൻ പൂർണ്ണമായിട്ട് 100% വിജയിച്ചില്ല, 90% വിജയിച്ചുള്ളൂ. ആ ഒരു കുറ്റം ആരോപിച്ചുകൊണ്ട് ആണ് പെർഫെക്ഷൻ വേണം ഏത് കാര്യത്തിൽ, പ്രിസിഷൻ. അവരുടെ കൃഷി പഠിക്കാൻ നമ്മൾ പോയല്ലോ, 100% പ്രിസിഷനോടുകൂടിയാണ്, പെർഫെക്ഷനോടുകൂടിയാണ് അവർ ചെയ്യുന്ന ഓരോ കാര്യം. ഈ പെർഫെക്ഷൻ ഇവിടെ ഉണ്ടായില്ല, 90% വിജയിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോഴും അമേരിക്കയെ വെല്ലുവിളിക്കുന്നത്. ആ തെറ്റിനാണ് 2 പേരെ പറഞ്ഞു വിട്ടത്. അതാണ് നെതന്യാഹു. അതുകൊണ്ട് ഇന്ത്യ തൽക്കാലം കുഴപ്പത്തിൽ ചാടണ്ട എന്നുള്ളൊരു ഉപദേശമാണ് അവിടെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഗവൺമെൻറ് ഈസ് മൂവിങ് ദി മോഷൻ ഓൺ കോഷൻ. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം
ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.